പോയിക്കോളി നിങ്ങൾ പറഞ്ഞോളൂ. ഇതിന് വലിയ വർത്തന പറഞ്ഞാലും ആരും കെട്ടിയുള്ളത് 10 കുഴപ്പമില്ല. അത് വിളിച്ചത് പറഞ്ഞു. എന്തായി താത്ത നിങ്ങൾ ചോദിച്ചു ആ വർത്തമാനം പോയത് വലിക്ക് ഞങ്ങൾക്ക് സംസാരിച്ചു 100 സമയം ഉറപ്പാണ്. അല്ല സാധനം ഇതിൽ എത്തില്ല. ബർഗരിയിൽ എങ്ങനെ എത്തുന്നു താത്ത? ഈ പെരിയുള്ളോല് നമ്മളെ സാധനം കൊണ്ടേ പുറത്തൊക്കെ പോവാം. നിങ്ങൾ 5 വക്ത് നിസ്കരിച്ചലുണ്ട്. 5 വക്ത് നിസ്കരിച്ചാതെ പോവൽ നിൽക്കലില്ല. എന്നിട്ട് ഈ പണി കാട്ടും അല്ലേ? എന്നിട്ട് ഇപ്പോൾ ഈ പണി കാട്ടും നമ്മൾ ഒരിക്കലും വിശ്വസിക്കൂല നിങ്ങൾ എങ്ങനെ കാട്ടുന്നുള്ളത്. സമ്മതിച്ചാൽ നമ്മൾ പോലീസൊന്നും വരൂലേയും. ഒന്ന് പോയി ആയിക്കോട്ടെ പോയി. രണ്ടാമത് പോയപ്പോൾ ഇനി വേറെ ഒന്നും എന്തും എടുത്തിട്ടില്ലേക്കും. പൈസ നൗഫിന്റെ വീടല്ലേ സംഭവിച്ചതാണത്. വാർപ്പേരുത്തി മുടിയാളീസലിൻ്റെ അന്നൊരു വള പോയിനു. കുട്ടിൻ്റെ ഉറക്കി കിടത്തിയപ്പോൾ കാണാനില്ലാതായിനു. ഇവിടെ നിന്ന് തന്നെയാണ് പൊയ്ക്കുണ്ട്. അന്ന് പിന്നെ തോന ആൾ കൂടിയതല്ലേ. അപ്പം പിന്നെ തോന ആൾ കൂടിയപ്പോൾ നമ്മൾ വാർപ്പേരുത്തിനെ ഒരിക്കലും സംശയിച്ചില്ല. പിന്നെ രണ്ടാമത് ഇപ്പം ഇന്നലെ എൻ്റെ അമ്മ സൽക്കാരത്തിന് പോകാൻ വേണ്ടി മൂതര ഇടാൻ വേണ്ടി നോക്കുമ്പോൾ 2 മൂതരം ഉള്ളത് 2 മൂതരം ഒപ്പം വെച്ചേനു. ആ 2 മൂതരത്തിൽ ഒരു മൂതരം കാണാനില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയമായി. പേരൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെയും മൂതരം പോയി. അതുപോലെ ഇപ്പോഴാണൊക്കെ അറിയുന്നത് ഉമ്മാൻ്റെ കുറച്ച് കുറി കിട്ടിയ പൈസ ഉണ്ടായിരുന്നു 60,000 റുപ്യ. ആ പൈസ പിന്നെ ഉമ്മ ആൾമറയിൽ അത് കിടക്കണ അഞ്ചത്തിയും കിടക്കണ റൂമിൽ തന്നെയാണ്. ഉമ്മാൻ്റെ റൂമിലാണ് ഓൾ പ്രസവിച്ചെടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ആൾമറയിൽ തന്നെയാണ്. ഇമ്മ അങ്ങനെ ചാവിയൊന്നും വല്ലാതെ എടുത്തേക്കൂല. അവിടെയും പടിയൊക്കെ കയറാം. അപ്പോൾ കുറച്ച് പൈസയും മുടിയാളീസലിൻ്റെ അന്ന് പോയ വളയും വെറുക് വരിയിൽ ഒരു പായിൻ്റെ ഉള്ളിലാക്കിയാണ്ട് പേസിലാക്കി